എഫ്സ്റ്റീൻ ഫയൽസ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി സൂചന. ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണങ്ങളും പരിശോധിക്കുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ ഹർദീപ് പുരിക്കെതിരായി ഗൌരവതരമായ കണ്ടെത്തലില്ല എന്നുള്ളതാണ് വിവരം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അരവിന്ദ്, വലിയ കോലിളക്കം സൃഷ്ടിച്ചതാണ് എപ്സ്റ്റൈൻ ഫയൽസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ. ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണത്തിലേക്ക്, പരാമർശങ്ങളിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ എങ്ങനെയാണ് നിലവിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ? എപ്സ്റ്റീൻ ഫയൽസും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടി അടക്കം ഉയർത്തിയിരുന്നു. എപ്സ്റ്റീനെ കണ്ടുവന്ന് ഹർദീപ് പുരി അടക്കം പാർലമെന്റിലും അതുപോലെ തന്നെ അല്ലാതെ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ താനുമായി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബന്ധമില്ല എന്നതായിരുന്നു കേന്ദ്രമന്ത്രി എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഒരു ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം ഹർദീപ് സിംഗ് പുരിക്കെതിരായ ആരോപണങ്ങൾ അടക്കം പരിശോധിച്ചു വരികയാണ്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ ഹർദീപ് സിംഗ് പുരിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കാരണം 2014 മാത്രം ഏകദേശം 9 തവണ ഹർദീപ് സിംഗ് പുരി ഇത്തരത്തിൽ എപ്സ്റ്റീനെ ഇമെയിൽ വഴി സന്ദേശങ്ങൾ അയച്ചു എന്നതായിരുന്നു കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അത് ഒരു പ്രത്യേക പദവി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം അടക്കം ഇല്ലാതിരുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരമുള്ള സന്ദേശം അയച്ചതും അതുപോലെ തന്നെ കൂടിക്കാഴ്ച നടത്തിയത്. ഇത് ഗൗരവമുള്ള ഗുരുതരമായ ദുരൂഹതയുള്ള വിഷയം എന്നതായിരുന്നു കോൺഗ്രസ് ആരോപിച്ചത്. എന്തായാലും വിഷയത്തിന്റെ ഈ ഗൗരവം കണക്കിലെടുത്ത് തന്നെയാണ് ഒരു ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം പ്രാഥമികമായ അന്വേഷണത്തിൽ ഹർദീപ് സിംഗ് പുരിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.